ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇനി ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കല്യാണങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബെഡ് വിരിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റിന്റെ കുഷൻ കവറും കുഷനും കൂടെ ഉള്ള 2 പീസ്. ഇത് കണ്ടോ, 2 പീസാണ്. ഇത് കുഷൻസ് ആട്ടോ, നല്ല 2 കുഷനുണ്ട്. ആ കുഷനകത്ത് ഫില്ലിങ്സും ഉണ്ട് കേട്ടോ. അത് ഫുൾ ഇങ്ങനെ ക്യൂൾറ്റഡ് ആയിട്ടുള്ള 2 കുഷൻ കവറ്, അതിനുള്ള കുഷിന്. പിന്നെ ഉള്ളത് ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട്. പിന്നെ ഈസ്റ്ററിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ബിസി ആയിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോസ് ഒക്കെ ഇന്നും കാണും, ശനിയാഴ്ചയും കാണും, പിന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ളേ. അപ്പൊ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ബ്രേക്ക് വേണ്ടേ. ഇത് കണ്ടോ, പക്ഷെ നമ്മുടെ കട ഓപ്പൺ ആവും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ക്യൂൾറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. സൈഡിലൊക്കെ ഇങ്ങനെ ബീഡിങ്സ് ഒക്കെ വെച്ച് നല്ല ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നല്ല പില്ലോ കവേഴ്സ്. ഇതിന്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇത് കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ്, പ്യോർ കോട്ടൺ, നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ്, നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. ഇനി ഉള്ളത് നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. കിങ് സൈസ് ആണോ ക്യൂൺ സൈസ് ആണോ എന്ന് വേഗം ഒന്ന് സംശയമായി കേട്ടോ. കിങ്സ് ചില സമയത്ത് നമുക്ക് അങ്ങനെ സംശയം വരുമല്ലോ. ഇത് നല്ല ഭംഗിയായിട്ട് ഇനി അങ്ങ് വിഷു ഒക്കെ ആകുമ്പോൾ നല്ല വിവിധ സമൃദ്ധമായിട്ട് നമുക്ക് കുറെ ഫ്രൂട്ട്സും കുറെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വാങ്ങിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബെഡിലും അങ്ങോട്ട് കിടന്നോട്ടെ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റാണ് ഈ ഷീറ്റ്. ഇതുപോലെ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, നല്ല കുഞ്ഞ് ഇലകളുണ്ട്, കുറച്ച് ഫ്രൂട്ട്സിന്റെ ഒക്കെ പടമുണ്ട്, നല്ല വാട്ടർമെലൺ ഉണ്ട്, നല്ലൊരു സ്പൂൺ ഉണ്ട്. നല്ല ഭംഗിയാട്ടോ ഈ ഷീറ്റ് കാണാനേ. നല്ല വിരിച്ചിടുമ്പോൾ ഇപ്പൊ ഇതുപോലത്തെ ഷീറ്റ്സ് ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ റംസാനൊക്കെ വരുമ്പത്തേനും നല്ല പെരുന്നാളൊക്കെ വരുമല്ലോ. അപ്പൊ നല്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ട് സൈഡ് ബോർഡർ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആട്ടോ ഇതിന്റെ ഈ സൈഡ് ബോർഡർ ഈ ബെഡ്ഷീറ്റിന്റെ കേട്ടോ. ഇതിന്റെ നടുക്ക് വന്നിരിക്കുന്ന നല്ല തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ്. ഇതിന്റെ 2 വലിയ പില്ലോ കവേഴ്സ് കേട്ടോ. ഇനിയുള്ളത് ഞാൻ കാണിക്കുന്ന എല്ലാം കിങ് സൈസ് ആണ്. 1000 റുപ്പീസിന് താഴെയാണ് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട്. ഇത് ഇതിന്റെ അടുത്ത പ്രിന്റ്. ഇതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ഇനി എല്ലാ ദിവസവും പെരുന്നാളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ഗസ്റ്റ് ഒക്കെ വരും. അപ്പൊ നമ്മൾ നല്ല വീടൊക്കെ നല്ല വൃത്തിയാക്കി, വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ബെഡ് മാത്രം നന്നായിട്ട് വിരിക്കുക എന്നല്ല കേട്ടോ. എല്ലാം നന്നായിട്ട് വാഷ് ബേസിനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മുടെ വാഷ്റൂംസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് ശരിക്കും കൂടുതൽ ചെയ്യേണ്ടത്. ബെഡൊക്കെ എന്തായാലും നമ്മൾ നന്നായിട്ട് വിരിച്ചിടും, അതിനൊരു മാറ്റമില്ല. പക്ഷെ നമ്മൾ കണ്ണെത്താൻ പറ്റും വാഷ് ബേസിന് എന്തായാലും നല്ല തിളങ്ങി തന്നെ കിടക്കണം. അതിന്റെ സൈഡിൽ ആ വാഷ് ബേസിന്റെ സൈഡിൽ ഇടുന്ന ആ ഒരു ടവൽ ഉണ്ടല്ലോ, അത് നല്ല ഫ്രഷ് ആയിട്ടും ഇരിക്കണം. അതാണ് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പല സ്ഥലങ്ങളിൽ ആൾക്കാർ ആ കാര്യം ഒന്ന് മറന്നു പോകാറുണ്ട്. അത് മറക്കരുത് കേട്ടോ. ഞാനാണെങ്കിൽ കട്ടിൽ വിരിച്ചില്ലെങ്കിലും, എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്, കട്ടിൽ ബെഡ്ഷീറ്റ് വിരിച്ചില്ലെങ്കിലും ഞാൻ വാഷ് ബേസിനും അവിടെ കിടക്കുന്ന ടവലും നല്ല ഫ്രഷ് ആയിട്ടിടും കേട്ടോ. ആ ഒരു കാര്യത്തിന് എനിക്ക് 100 മാർക്കാണ്. 2 വലിയ പില്ലോ കവേഴ്സ് എന്നെ പഠിപ്പിച്ച എൻ്റെ അപ്പനാകട്ടോ എപ്പോഴും പറയായിരുന്നു. അതുകൊണ്ട് നമ്മളത് ഇപ്പോഴും നമ്മുടെ പേരൻസ് നമ്മളോട് കുഞ്ഞാകുമ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അപ്പോൾ ഒന്നും അത് വേഗം വകവെക്കത്തില്ല. പക്ഷെ വലുതാകുമ്പോൾ അത് അവർ ഉറപ്പായിട്ടും ചെയ്യും കേട്ടോ. അപ്പൊ ഇങ്ങനെ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ. നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് കേട്ടോ. ഇപ്പൊ ഓർപ്പപ്പം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നല്ലൊരു ഗ്രേ കളർ കേട്ടോ. നല്ല ഗ്രേ കളറിൽ നല്ല ഭംഗി. ഇതുപോലെ ഒരു പ്രിന്റ് ഇതാദ്യമായിട്ടാ കേട്ടോ. അതിനകത്ത് ഒരു സ്ക്വയറിന്റെ അകത്ത് വേറൊരു കുഞ്ഞ് സ്ക്വയർ, അത് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കും. നല്ല രസം. അകലേന്ന് വിരിച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ഷീറ്റാട്ടോ. അടുത്തൊന്നും ഭംഗിയാ, എന്നാൽ അകലേന്ന് തോന്നുമ്പോൾ നല്ല എലഗന്റ് ആയിട്ട് തോന്നും കേട്ടോ. ഇത് കണ്ട് ഞാൻ വിരിക്കുമ്പോൾ നിങ്ങൾ അകലേന്ന് നോക്കുമ്പോൾ നല്ല രസമില്ലേ. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല വൈറ്റ് കളറ് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. അതിന്റെ 2 വലിയ പില്ലോ കവേഴ്സ്.
ഇനിയുള്ളത് നല്ലൊരു നല്ല ഇലകളാട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഇലകൾ, നല്ലൊരു കളർ. ഇതിന്റെ ഈ സെന്ററിന്റെ പോർഷൻ ഉണ്ടല്ലോ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. യൂഷ്വലി നമ്മൾ തരുന്ന ഷീറ്റിനേക്കാളും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ചില പ്രിന്റുകൾ ലൈറ്റ് വെയിറ്റ്, അത് ഞാൻ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സൈഡ് ബോർഡറും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ചില ആൾക്കാർക്ക് നമുക്ക് ഇച്ചിരി തിക്കായിട്ടുള്ള കോട്ടൺ വേണ്ടാന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. 2 പില്ലോ കവേഴ്സ് നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇനിയുള്ളത് നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളുള്ള നല്ലൊരു ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റാ. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല മഞ്ഞ പൂക്കള്, മഞ്ഞ ബെഡ്ഷീറ്റ്, മഞ്ഞ കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. സൈഡ് ബോർഡറും നല്ലൊരു ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റ് ആട്ടോ. അപ്പം കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് എന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീഡിയോസ് ഒക്കെ എല്ലാവരും മുഴുവൻ കാണണം കേട്ടോ. സൈഡിലെ ബെൽ ഐക്കണും നന്നായിട്ട് ഞെക്കണം. മാഗ്നസ്കേപ്സിന്റെ കട എറണാകുളത്താണ് ഉള്ളത്. അപ്പം ചെറുപറമ്പത്ത് റോഡിൽ വന്ന് വാങ്ങിക്കുകയും വേണം. അപ്പൊ എല്ലാവരും നല്ല സന്തോഷം. ഇപ്പൊ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഇന്ന് നന്നായിട്ടൊന്ന് വാഷ് ബേസിന്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പുതിയൊരു ഒരു ടവലൊക്കെ ഇടണം. അങ്ങനെ ഇടണം കേട്ടോ. ഇനി എല്ലാ ദിവസവും അങ്ങനെ ഇടണം. എന്നാലും ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കൂടുതലൊന്ന് ഭംഗിയാക്കണം. നല്ല സന്തോഷത്തോടെ അവരും പോകണ്ടേ. താങ്ക് യു.